ഇടുക്കി അണക്കെട്ട് രാവിലെ 10 മണിക്ക് തുറക്കും. ജലനിരപ്പ് അപ്പർ റൂൾ ലെവലിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 50 ക്യൂബെക്സ് വെള്ളം ആയിരിക്കും തുറന്നുവിടുക. ജലനിരപ്പ് 2384 അടി പിന്നിട്ടു. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുകയാണ്. സ്റ്റാലിൻ വിവരങ്ങൾ പങ്കുവെക്കും. സ്റ്റാലിൻ, ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട്. അതനുസരിച്ച് ഇടുക്കിയിലെ ജലവിധാനം സ്വാഭാവികമായും ഉയരും. പുതിയ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഒരു കാര്യമായ വർധനവ് വന്നിട്ടില്ല എങ്കിൽ കൂടി ഇടുക്കി പദ്ധതി പ്രദേശത്ത്, പ്രത്യേകിച്ചും വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ രാത്രിയും പുലർച്ചെയും എല്ലാം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വലിയ ശക്തിയായി തന്നെ തുടരുകയാണ്. 2383.92 ആയിരുന്നു ഇപ്പോൾ അവസാനം കിട്ടിയ നമുക്ക് വിവരം. എങ്കിലും ഇപ്പോൾ 2384 അടി പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്കിന് യാതൊരു കുറവും വന്നിട്ടില്ല. അത് വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. പെരിയാർ തീരങ്ങളിലെല്ലാം കരകവിഞ്ഞ് തന്നെ ജലം ഒഴുകുന്നു. പ്രത്യേകിച്ചും പദ്ധതി പ്രദേശങ്ങളായ ഏലപ്പാറ, ഉപ്പുതറ, ആലടി, ചപ്പാത്ത്, അയ്യപ്പൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മഴ വളരെ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന, പ്രത്യേകിച്ചും മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ 138.25 അടിയാണ് അവിടുത്തെ ജലനിരപ്പ്. അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കൂടി ആകുമ്പോഴത്തേക്കും ഇവിടെ വളരെയധികം ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഇന്ന് 10 മണിക്ക് ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന്, ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുവാനാണ് ജില്ലാ ഭരണകൂടവും വൈദ്യുതി ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. 70 സെന്റിമീറ്ററാണ് ഉയർത്താനായിട്ട് തീരുമാനം. 70 സെന്റിമീറ്റർ ഉയർത്തി 50 ക്യൂബിക് ജലം പുറത്തേക്ക് ഒഴുക്കും. നിലവിൽ ഡാമിന്റെ സംഭരണശേഷിയെ ഇതൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ കൂടി 75% മാത്രമാണ് ഇപ്പോൾ സംഭരണശേഷി എത്തിയിട്ടുള്ളത്. എങ്കിലും മുന്നൊരുക്കങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഡാം ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനായിട്ട് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു. വീടുകൾ കയറി, തീരങ്ങളിലുള്ള ആളുകളെ ഒഴിപ്പിക്കേണ്ട ആളുകളുടെ വീടുകൾ കയറി തന്നെ ഉദ്യോഗസ്ഥർ ഇന്നലെ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഇടുക്കിയിലെ പെരിയാറിന്റെ ഈ കൈവഴികളിലൂടെയൊക്കെ ഈ കരകളിൽ താമസിക്കുന്ന നിരവധി പേരെ അത്തരത്തിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എത്ര പേരെ അത്തരത്തിൽ ഒഴിപ്പിക്കേണ്ടി വരും? നേരത്തെയുള്ള പ്രളയാനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലായുള്ള മുന്നൊരുക്കങ്ങൾ കാര്യമായി ഉണ്ട് എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിരുന്നു. കാരണം ഈ മഴക്കാലം ആരംഭിച്ച് അത് പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ മേഖലയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യം കണ്ടത് അതിനു മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. ഏതായാലും പെരിയാറിന്റെ തീരദേശങ്ങളിലുള്ള കഞ്ഞിക്കുഴി, മരിയാപുരം, വാത്തിക്കുടി, വാഴത്തോപ്പ്, കൊന്നത്തടി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കൂടിയാണ് പെരിയാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതോണിയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന ജലം ഒഴുകിയെത്തുന്നതും ഇതേ വഴിയാണ്. ഈ പ്രദേശങ്ങളിലുള്ള, പ്രത്യേകിച്ചും ഈ പഞ്ചായത്തുകളുടെ തീരങ്ങളിലുള്ള 74 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി അധികൃതർ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ വകയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ജലം ഒഴുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇത് തികച്ചും ഒരു ക്രമീകരണം എന്ന നിലയിൽ, മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു ആശങ്കയ്ക്കും നമുക്ക് കാര്യമില്ല. ഏതായാലും 10 മണിക്ക് തന്നെ ഡാം തുറക്കും എന്നാണ് നമുക്ക് ഉള്ള വിവരം. ഇടുക്കി ഡാം 10 മണിക്ക് തുറക്കും. 70 സെന്റിമീറ്ററാണ് ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. സ്റ്റാലിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ. രാത്രി 9 മണിയോടെയാണ് വൻതോതിൽ മണ്ണിടിഞ്ഞത്. ഗ്യാപ്പ് റോഡിൽ നിന്നും ബൈസൺ വാലിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ചത്. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ കുഞ്ചിത്തണ്ണി വഴി തിരിച്ചുവിട്ടു. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു തുടങ്ങി. ഇന്ന് മധ്യ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തമായേക്കും. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്തിന് മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. കർണാടകയിലെ തീരദേശ ജില്ലകളിൽ കനത്ത മഴയാണ്. ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ, ഉടുപ്പി ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ 11 വരെ തീരദേശ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ തിരമാലകൾക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ബെൽത്തങ്ങാടി, ബണ്ടിയാൾ, മംഗളൂർ, പുത്തൂർ, സുള്ളിയ, കടബ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ദക്ഷിണ കന്നഡ ജില്ലയിൽ 3 വീടുകൾ പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായും തകർന്നു. കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് KSRTC സർവീസുകൾ നിലയ്ക്കും.
ഇന്ധന പ്രതിസന്ധിയും മഴക്കെടുതികളും കണക്കിലെടുത്ത് ഇന്ന് ഉച്ചവരെ ഓർഡിനറി അടക്കം ഭൂരിപക്ഷം ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തില്ല. കിലോമീറ്ററിന് 35 രൂപയിൽ കുറവ് വരുമാനമുള്ള ബസ്സുകളാണ് നിർത്തിയിടുക. തിരക്കനുസരിച്ച് സൂപ്പർ ക്ലാസ് സർവീസുകൾ നിർത്താനാണ് നിർദ്ദേശം. ഉച്ചയ്ക്ക് ശേഷം സർവീസുകൾ ക്ലബ്ബ് ചെയ്ത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ആലോചന. ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും KSRTCയുടെ അക്കൗണ്ടിൽ എത്താൻ ബുധനാഴ്ച ആകും. വയനാട് മുട്ടിലിൽ ഗർഭിണിയായ കുതിരയോട് ക്രൂരത. കാലിലെ മുറിവ് പഴുത്ത് പുഴുക്കൾ പുറത്തു വന്നിട്ടും ചികിത്സ ലഭ്യമാക്കിയില്ലെന്നാണ് ആരോപണം. കുതിരയെ വ്യവസ്ഥകളോടെ പരിപാലിക്കാൻ നൽകിയതാണെന്ന് ഉടമ പറയുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ മിണ്ടാപ്രാണിയോട് കാണിച്ചിരിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ്. കാലിലെ വ്രണത്തിൽ പുഴുക്കൾ നുരയ്ക്കുന്നു. ഗർഭിണിയായ കുതിരയ്ക്ക് മുറിവ് കാരണം കിടക്കാൻ പോലും ആവുന്നില്ല. യഥാസമയം ഭക്ഷണം നൽകാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കുതിരയെ പാർപ്പിച്ചിരിക്കുന്നത്. അമ്പലവേൽ സ്വദേശി ലിജിലിന്റെ കുതിരയെ 3 മാസം മുമ്പാണ് മുട്ടിൽ ആനപ്പാറ സ്വദേശിക്ക് വ്യവസ്ഥകളോടെ പരിപാലിക്കാൻ നൽകിയത്. കുതിരയെ പറ്റിയുള്ള അന്വേഷണങ്ങൾക്ക് 2 മാസമായി വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല. തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയെന്നും ലിജിലും സുഹൃത്തുക്കളും പറയുന്നു. നമുക്ക് ഇതിനെ പെട്ടെന്ന് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനെ നോക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തായിരുന്നു. പക്ഷെ ഇത് നോക്കാൻ വേണ്ടി കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് കുതിരയെ എടുക്കാൻ വരാൻ നേരത്തുള്ള അവസ്ഥകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ കാലിൽ മുറിയൊക്കെ ആയിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ മുറി വന്നാൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇതാകെ പുഴു വന്നാകെ 2 കാലിലും ആകെ ചീഞ്ഞതായിട്ടുണ്ട്. പിന്നെ ആൾ ഗർഭിണിയും കൂടിയാണ്. ഇത് 4 മാസം മുമ്പ് ഈ കുതിരേനെ കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. നല്ലൊരു കുതിരയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കിനെ കണ്ടെടുക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലായി നിൽക്കുന്നതിന് കിടക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ കാലിൽ നിന്ന് പുഴുവാണ് വരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെടുമെന്നും മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ വ്യക്തമാക്കി. അതിന് കുടിക്കാനുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ലാത്ത വളരെ ശോചനീയാവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുതിരയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി കൂടെ സ്വീകരിക്കുന്നതാണ്. കുതിരയ്ക്ക് ചികിത്സ നൽകാൻ മടി കാണിച്ചിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് പരിപാലന ചുമതല ഏറ്റെടുത്ത മുട്ടിൽ സ്വദേശി റിൻഷാദിന്റെ നിലപാട്. അതേസമയം കുതിരയെ മാസവാടകയ്ക്ക് നൽകിയതാണെന്നും ആഘോഷ പരിപാടികൾക്കും മറ്റും പ്രദർശിപ്പിച്ച് പണം ഈടാക്കിയിരുന്നെന്നും നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. രതീഷ് വാസ്തവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, ഇത്ര വലിയൊരു ക്രൂരത അത് നടന്നിട്ടും പുറത്തു വരാൻ വൈകിയോ? ഇപ്പോൾ ഇതിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? രഞ്ജിത്ത്, തീർച്ചയായും ഏറെ സങ്കടകരമായ ഒരു വാർത്തയും കാഴ്ചയുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇത് സംബന്ധിച്ച് ഈ സംഭവം പുറത്തു വരാൻ വൈകി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് യാദൃശ്ചികമായി ഇത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു എന്നാണ് ഈ കുതിരയെ പരിപാലിക്കാൻ നൽകിയ ഇതിന്റെ ഉടമയായ ലിജിലും സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ കുതിരയുടെ ഈ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ ഈ പരിപാലന ചുമതലയുള്ള ആളെ ഇത് അറിയിക്കുകയും അയാൾ ഉടൻ തന്നെ ഇത് പരിഹരിക്കുമെന്നാണ് ഇവരോട് അറിയിച്ചിരുന്നത്. തുടർന്ന് ഇവർ മൃഗസംരക്ഷണ വകുപ്പിലും ഒക്കെ ഇതിന്റെ ദയനീയാവസ്ഥ അറിയിച്ചു, ഇതിൽ ഇടപെടണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇതൊന്നും അവർ ഇടപെട്ടില്ല എന്ന ആക്ഷേപവും ഇതിന്റെ ഉടമകൾ പറയുന്നുണ്ട്. എന്തായാലും കുതിരയുടെ അവസ്ഥ, ഈ ഗർഭിണി കൂടിയായ ഈ കുതിരയുടെ അവസ്ഥ വലിയ ദയനീയമാണ് ആരോഗ്യസ്ഥിതി. എന്തായാലും യാദൃശ്ചികമായിട്ട് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇന്നലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി വൈകിട്ടോടെ ഇതിന്റെ കാലിലെ വ്രണങ്ങളൊക്കെ വൃത്തിയാക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. എന്നാലും ഈ കുതിരയുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ലെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഗർഭിണിയായ കുതിരയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കാലിലെ വ്രണം വലിയ രീതിയിൽ വ്യാപിച്ചു എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും കുതിരയോട് ഇത്തരത്തിൽ വലിയ ഒരു ദയവില്ലാതെ പെരുമാറിയ അല്ലെങ്കിൽ ആ സമീപനം സ്വീകരിച്ചതിന് കുറ്റക്കാരാരാണ്
ഈ പരിപാലിക്കാൻ ചുമതല ഉള്ള ആളാണോ, അത് മാത്രമല്ല ഈ ഏൽപ്പിച്ച ഉടമകൾക്കും ഇതിൽ ബാധ്യതയില്ലേ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവർ ഈ കുതിരയെ പരിപാലിക്കാൻ ഏൽപ്പിച്ചത് പണം കൈപ്പറ്റിയാണെന്ന ആക്ഷേപവും ചില നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ കുതിരയുടെ കുതിരയെ നോക്കുന്ന ട്രെയിനറായ ദിൽഷാദ് പ്രദേശത്ത് കുതിരയെ നന്നായി നോക്കുന്ന ആളാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കുതിരയ്ക്ക് അസുഖം പറ്റുകയും മറ്റും ചെയ്തതെന്ന് ഉള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും കുതിരയെ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. ഈ അമിതമായ ഈ പ്രദർശനത്തിനും മറ്റും എത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പരിക്കുകളാണ് ഈ കാലിലെ മുറിവിലേക്കും പഴുപ്പിലേക്കും ഒക്കെ നീങ്ങിയതെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ആരോഗ്യസ്ഥിതി വലിയ താഴേക്ക് പോവുകയും അത് ശ്രദ്ധിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചില്ല. ഉടമകളും അതുപോലെ പരിപാലന ചുമതലയുള്ളവരും ഒരേപോലെ ഇതിന് ഉത്തരവാദികളാണെന്ന് പറയുന്നു. മാത്രവുമല്ല, കുതിരയ്ക്ക് ലൈസൻസ് ഉൾപ്പെടെയുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഇത് എല്ലാവരും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയർന്നു കഴിഞ്ഞു. എന്തായാലും പ്രാഥമികമായ ഒരു ചികിത്സയും മറ്റുമാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നൽകിയിട്ടുള്ളത്. മറ്റ് നടപടികൾ, അതായത് ഇതിന്റെ ഉത്തരവാദികളായ ഉടമകളും അല്ലെങ്കിൽ പരിപാലന ചുമതലയുള്ള ആളുകളിലേക്കുമുള്ള നിയമ നടപടികളും മറ്റും വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് സൂചന. കാരണം അത്രത്തോളം സങ്കടകരവും ഞെട്ടിക്കുന്നതുമായ കാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രാഥമികമായി പഞ്ചായത്ത് അധികൃതർ ഇതിൽ ഇടപെടുകയും കുതിരയ്ക്ക് പ്രാഥമികമായ ചികിത്സ നൽകുന്നുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അങ്ങനെ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടാക്കിയ ഉത്തരവാദികൾക്കെതിരെയുള്ള നടപടികളും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. വയനാട്ടിലാണ് ഈ സങ്കട കാഴ്ച. വയനാട് മുട്ടിലിൽ ഗർഭിണിയായ കുതിരയോടാണ് ഈ കുതിരയെ നോക്കാൻ ഏൽപ്പിച്ചയാൾ ഇത്ര വലിയ ഒരു ക്രൂരത കാട്ടിയത്. എന്തായാലും വിഷയം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അടക്കം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും ഈ കുതിരയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വടകരയിലെ സജീവന്റേത് കസ്റ്റഡി മരണമെന്ന് ഉറപ്പിച്ച ക്രൈംബ്രാഞ്ച്. ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് മരണത്തിന് തൊട്ട് മുൻപുണ്ടായ പരിക്കുകളെന്ന് പോലീസ് സർജന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സബ് ഇൻസ്പെക്ടർ നിജീഷ്, CPO പ്രജീഷ് എന്നിവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഹൃദയാഘാതമാണ് സജീവന്റെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ മരണത്തിന് തൊട്ടുമുൻപുണ്ടായ പരിക്കുകൾ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചെന്ന് പോലീസ് സർജന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സജീവന്റെ ശരീരത്തിൽ ചതവുകൾ ഉൾപ്പെടെ 11 മുറിവുകളുണ്ട്. ആന്തരികക്ഷതം ഉണ്ടായെന്നും പരിക്കുകളെല്ലാം കൈകൊണ്ട് മർദ്ദിച്ചാലുണ്ടാകുന്ന വിധത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർജന്റെ വിശദമായ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. സജീവനെ പോലീസ് മർദ്ദിച്ചുവെന്ന സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് സർജന്റെ റിപ്പോർട്ടും പരിശോധിച്ചാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സബ് ഇൻസ്പെക്ടർ നിജീഷ്, CPO പ്രജീഷ് എന്നിവർക്കെതിരെ കേസ്. ഇരുവരും ഒളിവിലാണ്. നേരത്തെ സജീവന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. ഒളിവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇവർക്കൊപ്പം സസ്പെൻഷനിലുള്ള 2 ഉദ്യോഗസ്ഥരെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. 65 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡി മരണമെന്ന നിഗമനം ഉൾപ്പെടെ വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. ന്യൂസ് 18 കോഴിക്കോട്. നിക്കാഹിന് വധുവിനെ പള്ളിയിൽ കയറ്റിയത് തെറ്റായി പോയെന്ന വിശദീകരണവുമായി ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള മഹല്ല് കമ്മിറ്റി. കോഴിക്കോട് കുറ്റ്യാടി പാറക്കടവ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയാണ് വിവാഹം വിവാദമായതോടെ വധുവിന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞത്. മഹല്ല് ഭാരവാഹികളുടെ ആശീർവാദത്തോടെയാണ് നിക്കാഹ് നടന്നതെന്നും വിവാദമായപ്പോൾ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. ജൂലൈ 30 കുറ്റ്യാടി പാറക്കടവ് ജുമാ മസ്ജിദിൽ നടന്ന നിക്കാഹാണ് വിവാദമായത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള പള്ളിയിൽ നടന്ന ചടങ്ങിൽ കുറ്റ്യാടി സ്വദേശിയായ വധു ബേജ ദലീല പങ്കെടുത്തിരുന്നു. വീട്ടിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം എത്തിയ ബേജയ്ക്ക് പള്ളിക്കുള്ളിൽ തന്നെ ഇരിപ്പിടം നൽകി. വരനിൽ നിന്ന് വേദിയിൽ വെച്ചു തന്നെ മഹർ സ്വീകരിക്കുകയും ചെയ്തു. സാധാരണ നിക്കാഹ് ചടങ്ങുകൾ കാണാൻ വധുവിന് അവസരം ലഭിക്കാറില്ല. ഓരോന്നിനും അതിന്റെ സ്വതന്ത്ര സ്വഭാവമുണ്ട്. എത്ര മനോഹരമാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേർക്കും അവരവരുടെ സ്വതന്ത്ര സ്വഭാവം, സ്വതന്ത്ര ശീലങ്ങൾ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ജോഡിയാവുകയാണ്. സിവാജിൽ അവർ ഒന്നിച്ച് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ 24-ാം തീയതി ഒരു ഓഡിറ്റോറിയം കല്യാണത്തിൽ ആദ്യമായി വധുവും വരനും കൂടി വധുവിന് ഈ വേദിയിലിരിക്കുന്നതിൻ്റെ അനുവാദം ചോദിച്ചിരുന്നു. അനുവാദം ചോദിച്ച സമയത്ത് നമ്മൾ മതപണ്ഡിതന്മാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ പറഞ്ഞ ഒരു വിഷയം വളരെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് എതിരില്ല.
വധുവിന് പള്ളിയിൽ പ്രവേശനം നൽകിയത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതോടെ തുടക്കത്തിൽ അനുകൂലിച്ച മഹല്ല് കമ്മിറ്റി കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് പ്രസ്താവന ഇറക്കി. നിക്കാഹിന് വധുവിന് പ്രവേശനം അനുവദിച്ച രീതി അംഗീകരിക്കുന്നില്ലെന്നാണ് പാറക്കടവ് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസ്താവന. എന്നാൽ മഹല്ല് കമ്മിറ്റിയുടെ നടപടിക്കെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. തുടക്കത്തിൽ കൂടെ നിൽക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്ത മഹല്ല് കമ്മിറ്റിയുടെ നടപടി കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിയെന്ന് സഹോദരൻ ഫാസിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കുറച്ചുപേർ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷയം കുടുംബവുമായി ചർച്ച ചെയ്യുന്നതിന് പകരം ഗൾഫിലടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്കിട്ടത് പക്വതയുള്ള നടപടിയല്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. എന്നാൽ നടപടി വിവാദമായതോടെ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മഹല്ല് നേതൃത്വം. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇന്ത്യയുടെ പുതിയ ഹ്രസ്വദൂര ഉപഗ്രഹ വിക്ഷേപണ പേടകമായ SSLVയുടെ പ്രഥമ ദൌത്യം ഇന്ന്. ഭൌമനിരീക്ഷണ ഉപഗ്രഹവും വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആസാദി സാറ്റുമാണ് SSLV ഭ്രമണപഥത്തിലെത്തിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 9:18 വിക്ഷേപണം. വിക്ഷേപണം തുടങ്ങി 13 മിനിറ്റും 2 സെക്കൻഡും പിന്നിടുമ്പോൾ 2 ഉപഗ്രഹങ്ങളും ഭ്രമണപഥം തൊടും. നീതി ആയോഗിന്റെ 7ാമത് ഭരണസമിതി യോഗം ഇന്ന് നടക്കും. യോഗത്തിൽ മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, കേന്ദ്രമന്ത്രിമാർ, അംഗങ്ങൾ, നീതി ആയോഗ് വൈസ് ചെയർമാൻ എന്നിവർ പങ്കെടുക്കും. 2019 ശേഷം ആദ്യമായാണ് നേരിട്ട് യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കൃഷി, വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. എന്നാൽ യോഗത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി KCR പങ്കെടുക്കില്ല. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിക്കുന്നത്. തായ്വാനെ വളഞ്ഞുള്ള ചൈനയുടെ സൈനിക അഭ്യാസം ഇന്ന് കൂടി തുടരും. 100ലേറെ യുദ്ധവിമാനങ്ങളും 15 കപ്പലുകളുമാണ് വ്യാഴാഴ്ച ആരംഭിച്ച സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം മഞ്ഞക്കടലിൽ ഈ മാസം 15 വരെ പരിശീലനം നടത്തുമെന്ന് ചൈനീസ് സൈന്യം വ്യക്തമാക്കി. ദക്ഷിണ ചൈന കടലിന് വടക്ക് ചൈനയ്ക്കും കൊറിയൻ പെനിൻസുലയ്ക്കും ഇടയിലാണ് മഞ്ഞക്കടൽ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ 2 ദിവസത്തിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24ആയി. 6 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനം ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം. ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേൽ പട്ടണങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടത്തി. 160 റോക്കറ്റുകളാണ് ഇസ്രായേൽ പതിച്ചത്. ആളപായമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കവളപ്പാറ ദുരന്തത്തിന് 3 ആണ്ട്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് ആദിവാസി വിഭാഗക്കാർക്കാണ്. ഏറ്റവും അവസാനം പുനരധിവാസം നടപ്പാക്കുന്നതും ഇവർക്കായി പോയി എന്നതാണ് മറ്റൊരു വസ്തുത. അതിന് ഹൈക്കോടതി ഇടപെടൽ വരെ വേണ്ടിവന്നു. ഇത്രയൊക്കെ ആയിട്ടും 32 പേരിൽ 16 പേരുടെ വീടുകളുടെ പണി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആദിവാസി വിഭാഗക്കാരുടെ പുനരധിവാസം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. മലപ്പുറം മുൻ കളക്ടർ ജാഫർ മാലിക്കിന്റെ മാതൃകാ ഗ്രാമ പദ്ധതിക്കെതിരെ MLA PV അൻവർ രംഗത്തു വന്നു. അതോടെ എല്ലാം നിശ്ചലമായി. സ്ഥലങ്ങൾ പലത് പരിഗണിച്ച് ഒഴിവാക്കി. ഒടുവിൽ ഹൈക്കോടതി നിശിത വിമർശനങ്ങൾ ഉയർത്തേണ്ടി വന്നു പ്രശ്നം പരിഹരിക്കാൻ. വീടുകൾ നിർമ്മിക്കാനുള്ള പണം ആദിവാസി വിഭാഗക്കാർക്ക് സർക്കാർ നേരിട്ട് നൽകാൻ നിശ്ചയിച്ചു. ITDP അധിക ഫണ്ടടക്കം 12 ലക്ഷം രൂപ. നിർമ്മാണം ഗുണഭോക്താക്കൾ തന്നെ നടത്തണം. വീടുകൾ നിർമ്മിക്കുന്നത് മുൻപ് ജാഫർ മാലിക് ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ. 32 വീടുകളിൽ 27 വീടുകളുടെ നിർമ്മാണ ചുമതല പോത്തുകലിലെ സഹകരണ സൊസൈറ്റി ഏറ്റെടുത്തു. നിർമ്മാണം 2ാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് അടുത്ത പ്രതിസന്ധി. വീട് നിർമ്മാണത്തിന് സർക്കാർ നിശ്ചയിച്ച ഫണ്ടിൽ ഒരു ഭാഗം നേരത്തെ തന്നെ ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നു. ഇത് വീട് നിർമ്മാണത്തിന് അനുവദിച്ചതാണെന്നറിയാതെ പലരും ചെലവഴിച്ചു. അതോടെ പലരുടെയും വീടുകളുടെ നിർമ്മാണം പാതി വഴിയിലായി. ഇതുവരേക്കും 27ൽ 16 വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. മറ്റു വീടുകളിൽ മേൽക്കൂര കോൺക്രീറ്റിംഗും വാതിലുറപ്പിക്കലും തീർത്തു. ഫണ്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് മാത്രമേ ബാക്കി ജോലികൾ തീർക്കാൻ കഴിയൂ. ബാക്കിയുള്ള വർക്കുകൾ കുറേശ്ശെ അവർ തന്ന പൈസയേക്കാൾ കൂടുതൽ സൊസൈറ്റി ചെലവഴിച്ച് അത് ചിലരുടെയൊക്കെ ടൈൽ മാത്രം ഒഴിവാക്കി ബാത്റൂമൊക്കെ വെച്ച് മുന്നിലും ബാക്കിലും വാതിലുകളൊക്കെ വെച്ച് അടുപ്പ് നല്ല പുകയില്ലാത്ത അടുപ്പെല്ലാം ഫിറ്റ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ താമസിക്കാവുന്ന ഒരു അവസ്ഥയിലാണ്. ബാക്കി പൈസ കഴിഞ്ഞ ദിവസം ITDPക്കാർ വന്ന് പ്രൊജക്ട് ഓഫീസറുള്ളവരും കൂടി വന്ന് വിളിച്ചുകൂട്ടി അവർ കുറേ ക്യാഷുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുടെ വർക്ക് ചെയ്തു കൊടുക്കാമെന്നും ITDP ചില വർക്കുകൾ ചെയ്താൽ അതിനനുസരിച്ച് ഫണ്ട് തരാമെന്നൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്. 8,40,000 ഉറുപ്പിക സർക്കാരിൽ നിന്ന് കിട്ടിയത് ഇവരിനിയും തരാൻ ബാക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയ പേടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്.
സർക്കാർ കണക്കിൽ നൽകാനുള്ളതെല്ലാം നൽകിക്കഴിഞ്ഞുവെന്ന് MLA PV അൻവർ. അവർക്ക് പ്രത്യേക തരത്തിൽ വീട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായപ്പോൾ അവിടത്തേക്ക് അവർ പോകാൻ തയ്യാറില്ല എന്ന് പറയുകയും ഇന്ന സ്ഥലത്ത് തന്നെ വേണമെന്ന് പറയുകയും ആ സ്ഥലത്ത് തന്നെ അവർക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കുകയും അവർക്ക് വീട് കെട്ടാനുള്ള പണം കൊടുക്കുകയും ചെയ്ത് ആ പണം അവർ വ്യക്തിപരമായ പല കാര്യത്തിനും ഉപയോഗപ്പെടുത്തി അതിന് കോൺട്രാക്ട് എടുത്ത സൊസൈറ്റി മുഴുവൻ പൈസ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അത് സർക്കാർ അതിൽ ഹെൽപ്ലെസ് ആണ്. ആദിവാസികളുടെ പുനരധിവാസ പ്രശ്നത്തിൽ സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് ഹൈക്കോടതിയെ സമീപിച്ച പഞ്ചായത്ത് അംഗം M. ദിലീപ്. 32 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും മാതൃകാ ഗ്രാമം തന്നെ നിർമ്മിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അന്നത്തെ കലക്ടറും അന്നത്തെ MLA ഒക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ആ നവകേരളം പദ്ധതി ഉപേക്ഷിച്ചത്. അന്ന് ആ നവകേരളം പദ്ധതി നടപ്പിലാവുകയായിരുന്നെങ്കിൽ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ പുനരധിവാസം നടക്കുമായിരുന്നു. അതിൽ ITDP പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലെ തികഞ്ഞ പരാജയം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. മറ്റെല്ലാവരുടെയും പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയായപ്പോൾ ദുരന്തബാധിതരായ ആദിവാസികളിൽ ഒരു വിഭാഗം ഇപ്പോഴും ക്യാമ്പിൽ തന്നെ തുടരുകയാണ് എന്നത് ഒരു വാസ്തവമാണ്. അതിന്റെ കാരണം എന്തു തന്നെയായാലും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.